ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാവുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. സഭയിലെ മൂപ്പന്മാർക്കും ശുശ്രൂഷകന്മാർക്കുമുള്ള ഉപദേശം, ഇൻസ്ട്രക്ഷൻസ് ടു ദി എൽഡേഴ്സ് ഓഫ് ദ ചർച്ച്. ഇവിടെ സഭയിലെ മൂപ്പന്മാരെ എന്ന് ഉദ്ദേശിക്കുന്നത് ലീഡേഴ്സ് ഓഫ് ദി ചർച്ചാണ്, സഭയുടെ നേതാക്കൾ. അവരെ എങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പത്രോസ് പറയുന്നു, താനും ഒരു മൂപ്പനാണെന്നും ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകൾക്ക് സാക്ഷിയാണെന്നും പറയുന്നു. അപ്പോൾ പത്രോസ് കേവലം ഒരു സാക്ഷി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി he was an eyewitness. ദൃക്സാക്ഷിയാണ്. അപ്പം പത്രോസ് യേശു കർത്താവിനോട് കൂടെ നടന്ന ആ ക്രൂസിഫിക്ഷൻ സമയം വരെയും എല്ലാറ്റിലും ഉണ്ടായിരുന്നതായ ഐ വിറ്റ്നസ് പത്രോസ് പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകൾക്ക് സാക്ഷിയാണെന്നും പറയുന്നു. അപ്പം ദൈവമക്കളെ എങ്ങനെ പരിപാലിക്കണം, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ അല്ലെങ്കിൽ ദൈവമക്കളെ സന്തോഷത്തോടെയും മനസ്സോടെയും പരിപാലിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കും. അപ്പം നിർബന്ധം കൊണ്ടോ പണലാഭത്തിനായോ അല്ല, പ്രത്യുത ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. ഇപ്പൊ ശുശ്രൂഷയുടെ ഒരു മാനം, എയിം ഓഫ് അവർ മിനിസ്ട്രി, ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായ ഒരു ആശയം പത്രോസോട് പറയുന്നത്. വിശ്വാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാതെ മാതൃകയായ ജീവിതം നയിക്കണം. ക്രിസ്തു എന്ന പരമയിടയൻ, ശ്രേഷ്ഠ ഇടയൻ, ചീഫ് ഷെപ്പേർഡ്. അപ്പൊ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അല്ലെങ്കിൽ ഇടയശ്രേഷ്ഠൻ വരുമ്പോൾ ഒരിക്കലും വാടാത്ത കിരീടം വിശ്വസ്തരായ ശുശ്രൂഷകന്മാർക്ക് ലഭിക്കും. അൺഫെയ്ഡിങ് ക്രൗൺ ഓഫ് ഗ്ലോറി. നമുക്കറിയാം, നമുക്ക് നമ്മുടെ വസ്ത്രമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഫെയ്ഡാകും. ഇന്ന് കാണുന്നതല്ല ഫെയ്ഡാകും. പക്ഷെ ഇവിടെ പത്രോസ് പറയുന്നത് അറിയാം, ഒരിക്കലും വാടാത്ത കിരീടം, വിശ്വസ്തയോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏക ലക്ഷ്യത്തോടെ, പണലാഭത്തിനോ മറ്റു പദവികൾക്കോ 4 പേരെ അറിയണമെന്നുള്ള ചിന്തയ്ക്കോ അപ്പുറമായി ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഏക ആഗ്രഹത്തോടെ മാതൃകയോടെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് ഒരിക്കലും വാടാത്ത കിരീടം പ്രാപിക്കാൻ കഴിയും. അൺഫെയ്ഡിങ് ക്രൗൺ ഓഫ് ഗ്ലോറി. ഇവിടെ അപ്പോൾ ഇടയശ്രേഷ്ഠൻ സർവ നേതൃത്വവും ദൈവത്തിന്റെ അധികാരത്തിന് താഴെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ചീഫ് ഷെപ്പേർഡ്. ഓൾ ദ ഷെപ്പേർഡ്സ് ആർ അണ്ടർ ചീഫ് ഷെപ്പേർഡ്. എല്ലാ ശുശ്രൂഷകന്മാരും ഇടയശ്രേഷ്ഠന്റെ താഴെ. 2, അപ്പം മറ്റൊരു കാര്യം പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ ദാസൻ 1-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിന് ആദ്യ വാക്യം കാണുന്നുണ്ട്, ഒരു മൂപ്പനും ദാസനും. അതിലൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ക്രിസ്ത്യൻ സർവീസ് ഓർ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ സെർവന്റ് ലീഡർഷിപ്പ്. ദാസനായ നേതാവ്. അപ്പൊ ഇവിടെ പത്രോസ് വളരെ ശക്തമായിട്ട് പറയുകയാണ്, അപ്പൊ നമ്മുടെ ശുശ്രൂഷ ഒരു ദാസനായിട്ടുള്ള ശുശ്രൂഷ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇത് കർത്തൃത്വം നടത്തുന്ന ഒരു അനുഭവമല്ല, മറിച്ച് സെർവന്റ് ലീഡർഷിപ്പ് ആയിരിക്കണം. അപ്പം മറ്റ്
കൺട്രോൾ അല്ല, നോട്ട് പവർ, നോട്ട് കൺട്രോൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സേവിക്കുന്ന നേതൃത്വം, ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്ന നേതൃത്വം, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ നയിക്കുന്ന നേതൃത്വം. അപ്പോൾ മറ്റൊരു കാര്യം, മിനിസ്ട്രിയെ സംബന്ധിച്ച്, ശുശ്രൂഷയെ സംബന്ധിച്ച് പത്രോസിനോട് പറയുന്നൊരു കാര്യം, ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുന്നത്, ദിസ് മിനിസ്ട്രി ഈസ് എൻട്രസ്റ്റഡ് ബൈ ഗോഡ്, അല്ലെങ്കിൽ ദിസ് സ്റ്റുവാർഡ്ഷിപ്പ്, ഈ കാര്യവിചാരകത്വം അല്ലെ ഈ മേൽനോട്ടം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവമാണ്. അപ്പം ദൈവം ഏൽപ്പിച്ച പാവനമായ ഗൃഹവിചാരകത്വമാണ്, കാര്യവിചാരകത്വമാണ് ഈ ശുശ്രൂഷ എന്നുള്ളത് ഈ വാക്യങ്ങളിൽ പത്രോസ് നമ്മളെ മനസ്സിലാക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ഉള്ള പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. എറ്റേണൽ റിവാർഡ്സ് എന്ന് പറയും, നിത്യമായ പ്രതിഫലം. അപ്പോൾ എറ്റേണൽ റിവാർഡ്സ് മോട്ടിവേറ്റ് ഫെയ്ത്ത്ഫുൾ സർവീസ് റാദർ ദാൻ എർത്തലി റെക്കഗ്നിഷൻ. ഭൂമിയിലെ അംഗീകാരത്തിനപ്പുറമായി വിശ്വസ്തയോട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകന് നിത്യപ്രതിഫലം, അൺഫേഡിങ് ക്രൗൺ ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ വാടാത്ത കിരീടം. അപ്പൊ ഇത് പത്രോസ് വളരെ ശക്തമായിട്ട് നമ്മളെ ഈ വചനത്തിൽ കൂടെ ഓർപ്പിക്കാം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? എന്തുവാ? സഭാ നേതൃത്വം വളരെ വിനയത്തോട് വേണം ശുശ്രൂഷ ചെയ്യുവാൻ, സ്നേഹത്തോട് വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ഒരു ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, ഒരു മാതൃകാ ജീവിതമായിരിക്കണം ശുശ്രൂഷകന്മാർക്കുണ്ടായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ഇനിയും 5 മുതൽ 7 വരെ അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇവിടെ യുവാക്കൾ മൂപ്പന്മാർക്ക് കീഴടങ്ങണമെന്ന്, അപ്പോൾ തന്നെ എല്ലാവരും പരസ്പരം വിനയം ധരിക്കണമെന്നും ഉദ്ബോധിപ്പിക്കുക. ഹ്യൂമിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്, വിനയവും ദൈവത്തിലുള്ള ആശ്രയവും. അപ്പം യുവാക്കളെ, ഇളയവരെ, നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പൊ ഇവിടെ ദൈവം അഹങ്കാരികളോട് എതിർക്കുന്നു, വിനയമുള്ളവർക്കോ അവൻ ധാരാളം കൃപ നൽകും. അപ്പൊ എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠകളും ദൈവത്തിന്റെ മേൽ ഏൽപ്പിക്കണം. അതുകൊണ്ട് ലാസ്റ്റ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങൾ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടോളൂ. ദൈവം കരുതുന്നവനാണ്, ഹി കെയർസ്, അവൻ ശ്രദ്ധിക്കുന്നവനാണ്. അപ്പൊ ഈ ഒരു ആശയം പറഞ്ഞിട്ട് ഈ ഭാഗത്തൊരു 3-4 കൂട്ടം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്, വിനയം ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന ഗുണമാണ്. ഹ്യൂമിലിറ്റി ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. പ്രസ്റ്റൻഡിങ് അല്ല, നടിക്കുന്നതല്ല, ഞാൻ ഹമ്പിളാണെന്ന്, റിയലി. അപ്പം വിനയം ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ ലക്ഷണമാണ്. അപ്പൊ ഹ്യൂമിലിറ്റി ഈസ് എ സെൻട്രൽ ക്രിസ്ത്യൻ വിർച്യു എന്ന് പറയുന്നത്. ഹ്യൂമിലിറ്റി ഈസ് എ സെൻട്രൽ ക്രിസ്ത്യൻ വിർച്യു. അപ്പൊ നോക്കിയേ, വിനയം. അതുകൊണ്ടാണ് ദൈവജനത്തിൽ നമുക്ക് കാണാൻ കഴിയും, താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നു.
അപ്പൊ വിനയമുള്ളവർക്ക് ധാരാളം ദൈവകൃപ ദൈവം പകരും. വിനയമുള്ളവർക്ക് ധാരാളം ദൈവകൃപ. അടുത്തത്, ദൈവം തന്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. God listening all things of human beings. മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളെയും ദൈവം ശ്രദ്ധിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രായോഗികമായ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ ആകുലതകളും വിനയത്തോടെ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിൽ പരമേൽപ്പിക്കണം. We have no commanding power to God. നമുക്ക് ദൈവത്തോട് ആജ്ഞാപിക്കാനത് നമുക്ക് അതിനുള്ള കാര്യങ്ങളൊന്നുമില്ല. വിനയത്തോടെ നമ്മുടെ എല്ലാ ആകുലതകളും വിനയത്തോടെ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിൽ പരമേൽപ്പിക്കണം. അപ്പം ഇവിടെ നമ്മൾ കാണാനായിട്ട് കഴിയുന്ന ആ കാര്യം, വിനയമുള്ള ജീവിതം, വിനയം ഒപ്പം ദൈവത്തിലുള്ള ആശ്രയം. അതിന് 8-9 വാക്യങ്ങൾ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. 8-9 വാക്യങ്ങൾ. Be alert against the devil. പിശാചിനെതിരെ ജാഗ്രത പുലർത്തണം. പ്രതിയോഗിയായ പിശാച്. അവൻ വിശ്വാസികളെ ജാഗ്രതയോടെയും ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുവാൻ പത്രോസ് ഉപദേശിക്കുക. നമ്മൾ വിജിലന്റ് ആയിരിക്കണം, ജാഗ്രത ഉള്ളവരായിരിക്കണം. എപ്പോഴും ചുറ്റുപാടുകളിൽ നമ്മുടെ ദൃഷ്ടി, കണ്ണെപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ജാഗ്രതയോടെയും ഒപ്പം തന്നെ ആത്മനിയന്ത്രണത്തോടെയും ജീവിക്കുവാൻ ഉപദേശിക്കുകയാണ്. ഇവിടെ പിശാചിന് ഒരു അലറുന്ന സിംഹം, റോറിംഗ് ലയൺ, അതിനോട് ഉപമിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ എതിർക്കണമെന്ന് പറയും. പിശാചിനെ എതിർക്കുമ്പോൾ നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ലോകത്തിലുള്ള സകല ദൈവമക്കളും ഈ സ്ട്രഗിളിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ എത്രയോ കോടി ദൈവമക്കളുണ്ട്. കോടാനുകോടി ദൈവമക്കൾ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ ഉള്ളവരെല്ലാം ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പിശാച് നമ്മോട് എതിർക്കുന്ന വിശ്വാസികളുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ അലറുന്ന സിംഹം എന്ന പോലെ. സിംഹം അലറുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഇരകൾക്ക് അതിന്റെ ലക്ഷ്യം തെറ്റിപ്പോകും. ഏത് ദിശയിൽ ഓടണമെന്ന് ലക്ഷ്യം ഇല്ലാതെ ഓടി ഈ സിംഹത്തിന്റെ അടുത്തെത്തുന്നത് പോലെ പിശാച് അലറുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ പത്രോസ് വളരെ ശക്തമായിട്ട് പറയുന്നു, we should be vigilant, be alert against the practices of devil. അപ്പം ഈ ഒരു വലിയ ആത്മീയ സത്യം അത് പത്രോസിനോട് പറയുമ്പോൾ ഇവിടെ ഒരു തിയോളജിക്കൽ ഇൻസൈറ്റ്സ് ഉണ്ട്. ഒരു ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ യഥാർത്ഥ ആത്മീയ ശത്രു പിശാചാണ്. Satan is a real spiritual enemy. ഇതിനാൽ ആത്മീയ ജാഗ്രത ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. അപ്പൊ വിശ്വാസവും ദൈവവചനവും പ്രാർത്ഥനയും ആത്മീയ വിജയത്തിനുള്ള ആയുധങ്ങളാണ്. Faith is the believer's defense against the Satan's attacks. വിശ്വാസം ഇതെല്ലാം, വിശ്വാസം, the word of God, ദൈവവചനം, prayer, പ്രാർത്ഥന, ഇത് മൂന്നും പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ആയുധങ്ങളാണ്.
പ്രയർ എന്നുള്ള ഗ്രീക്ക് ടേം നമ്മൾ പഠിക്കുമ്പോൾ പ്രൊസേക്കെ. അപ്പോൾ നോക്കിയേ, ഇവിടെ വിശ്വാസം, ദൈവവചനം, പ്രാർത്ഥന, ഇത് മൂന്നും സാധാരണയോട് എതിർത്ത് നിൽപ്പാൻ ആയുധങ്ങളായി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. അപ്പൊ ദൈവമക്കളുടെ കഷ്ടപ്പാടുകൾ ദൈവം അറിയുന്നു. ഇവിടെ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറച്ചു നിന്ന് പിശാചിന്റെ പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ അവന്റെ തന്ത്രങ്ങളെ നാം പരാജയപ്പെടുത്താം. ഈ ഒരു വലിയ ആത്മീയ സത്യം അത് പത്രോസ് നമുക്ക് നൽകി തരും. 10-11 വാക്യങ്ങൾ, 10 and 11. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ആമേൻ. കഷ്ടതയ്ക്ക് ശേഷം ദൈവത്തിന്റെ പുനഃസ്ഥാപനം എന്നുള്ള വിഷയമാണ്. God's promise after sufferings. എന്നും കഷ്ടതയല്ല, കഷ്ടതയ്ക്ക് ശേഷം ദൈവത്തിന്റെ ഒരു പുനഃസ്ഥാപനമാണ്. അല്പകാല കഷ്ടങ്ങൾക്ക് ശേഷം ദൈവം തന്നെ മക്കളെ പൂർണ്ണരാക്കുകയും ഉറപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. 4 പ്രോസസ്സാണ്. അല്പകാലത്തെ കഷ്ടങ്ങൾക്ക് ശേഷം ദൈവം വിശ്വാസികളെ അല്ലെങ്കിൽ ദൈവമക്കളെ 1 പൂർണ്ണരാക്കുന്നു, 2 ഉറപ്പിക്കുന്നു, 3 ശക്തിപ്പെടുത്തുന്നു, 4 സ്ഥിരപ്പെടുത്തുന്നു. അപ്പോ ദൈവത്തിന്റെ നിത്യാധിപത്യത്തെ പത്രോസ് ഇവിടെ സ്തുതിക്കുകയാണ്. എല്ലാ നാമത്തിനും മേലായ നാമം, നിത്യാധിപത്യം. അപ്പൊ കഷ്ടതകൾ താൽക്കാലികമാണ്. ക്രിസ്ത്യൻ സഫറിംഗ് ഈസ് ടെമ്പററി. അടുത്തത് പറയുന്നു, ദൈവ കൃപയാലാണ് നാം നിലനിൽക്കുന്നത്. ദൈവം തന്നെ മക്കളെ ആത്മീകമായി വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രേസ്, ദൈവകൃപ കാരീസ്. ആ ദൈവകൃപയിൽ ദൈവം തന്നെ മക്കളെ നിലനിർത്തണം. അപ്പോൾ ഇവിടുത്തെ ഒരു വചനത്തിന്റെ സംക്ഷിപ്തമായി നാം മനസ്സിലാക്കേണ്ടത്, കഷ്ടങ്ങളിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശയോടെ ഉറച്ചു നിൽക്കണം. Believers should persevere with confidence, knowing God will complete His work in them. കഷ്ടതകളിൽ നാം നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൽ പ്രത്യാശയോടെ ഉറച്ചു നിൽക്കണം. 12-14 വാക്യങ്ങൾ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സില്വാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹവൃതയായ ബാബിലോനിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇവിടെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സിൽവാനോസ് മുഖാന്തരം പത്രോസ്. നമ്മള് ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കണ്ടതാണ്. സിൽവാനോസ് മുഖാന്തരം പത്രോസ് ഈ ലേഖനം എഴുതുകയാണ്. അടുത്ത് പറയുന്നുണ്ട്, സഹവർത്തിയായ ബാബിലോണിലെ സഭ. He who is in Babylon എന്നാ കൊടുത്തിരിക്കുന്നത്. സഹവർത്തിയായ ബാബിലോൺ സഭ. ഇത് ഒരു സ്ത്രീയല്ല, ഒരു വ്യക്തിയല്ല. ഇത് സിംബോളിക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് 2-3 ചിന്തകൾ അതിന്റെ പിൻപിലുണ്ട്. ഒന്ന്, ഈ ബാബിലോൺ എന്ന് പറയുന്നത് റോമാണെന്നുള്ള ഒരു പഠിപ്പിലാണ്. റോം. കാരണം പത്രോസ് കാലഘട്ടത്തിൽ
അത് നമുക്കറിയാം AD 60-64 കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലൊക്കെയാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ റോമിൽ പത്രോസ് നിന്നുകൊണ്ട് റോമാണ് ഇവിടുത്തെ ബാബിലോണിയൻ സഭയെന്നൊരു ചിന്തയുണ്ട്. പിന്നെ മറ്റ് അക്ഷരികമായിട്ട് തന്നെ ഒരു ബാബിലോണുണ്ട്, അത് മെസൊപ്പൊട്ടോമിയയിലാണ്. അപ്പൊ മെസൊപ്പൊട്ടോമിയയിൽ നമുക്കറിയാം അബ്രഹാമിന്റെ ആ ദേശം അവിടെ നിന്നാണല്ലോ യാത്ര തിരിക്കുന്നത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടതായ ഒരു ദേശമാണ് ബാബിലോൺ എന്നുള്ള ചിന്തയുണ്ട്. മറ്റൊന്ന് ഈജിപ്റ്റ് കെയ്റോയ്ക്കടുത്തുള്ളതായ ഒരു സ്ഥലമാണ് ബാബിലോൺ. അപ്പൊ ഇങ്ങനെ മിസ്രൈമ്, ഈജിപ്റ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫലസ്തീൻ നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ദേശമാണിതെല്ലാം. അപ്പൊ അവിടെ നിന്നാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നതെന്നുള്ളൊരു വലിയ ചിന്ത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി സിൽവാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സൈലസ് എന്നതിന് കൊടുത്തിട്ടുണ്ട്. സീലാസ് ഒരു വിശ്വസ്തനായ സഹോദരൻ, പത്രോസിന്റെ പൗലോസിന്റെ ഒക്കെ ശുശ്രൂഷയിൽ വിശ്വസ്തനായ ഒരു കൂട്ടാളി, സഹോദരൻ. അപ്പോൾ ഒരു കോവർക്കറാണ്, സഹപ്രവർത്തകൻ. ആരുടെ? പത്രോസിന്റെയും പൗലോസിന്റെയും. അതിന് നമുക്ക് തെളിവ് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 40 വരെയുള്ള വചനങ്ങൾ, 2 കോരിന്ത്യർ 1:19, 1 തെസ്സലോനിയ 1:1, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സിൽവാനോസ് പത്രോസിന്റെ ഒക്കെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകനായിരുന്നു. അപ്പൊ ഈ 12-14 വാക്യങ്ങൾ പത്രോസിന്റെ ആശംസകളും അനുഗ്രഹങ്ങളുമാണ്. ഗ്രീറ്റിംഗ്സ് ആൻഡ് ബെനഡിക്ഷൻ. ഇവിടെ ഈ ലേഖനം സിൽവാനോസ് എഴുതുകയാണെന്നും ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിശ്വാസികൾ യഥാർത്ഥ കൃപയിൽ ഉറച്ചു നിൽക്കേണ്ടതാണെന്നും വിവക്ഷിക്കുകയാണ്. അപ്പൊ ബാബിലോണിലുള്ള സഭയുടെയും മർക്കോസിന്റെയും ആശംസകൾ പത്രോസിനോട് അറിയിക്കുന്നുണ്ട്. അപ്പൊ നാം പരസ്പരം സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുവാൻ പത്രോസ് ഇതിൽ കൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ചെല്ലുവാൻ ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും സമാധാനം. അപ്പോൾ ഒന്ന്, ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ വലുതാണ്. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഈസ് എസൻഷ്യൽ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിൽ അതിന്റെ അംഗങ്ങളായിരിക്കുന്ന ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ വലുതാണ്. വലിയ ആത്മീയ മർമ്മം ഈ ലാസ്റ്റ് ഭാഗത്ത് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുവാനും പരസ്പരം പ്രബോധിപ്പിക്കണം എന്ന് പത്രോസ് പറയുക. ദൈവകൃപയിൽ ഉറച്ചു നിൽക്കണം, പരസ്പരം നാം പ്രബോധിപ്പിക്കണം. അപ്പം യഥാർത്ഥ സമാധാനം ക്രിസ്തുയേശുവിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നുള്ള വലിയൊരു സത്യം കൂടെ ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ച് പരസ്പരം ആത്മീകമായി ശക്തി പെടണം എന്നുള്ള വലിയ മെസ്സേജാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് പത്രോസ് നൽകുന്നത്. സ്നേഹത്തിലും ഐക്യതയിലും ഉറച്ചു നിന്ന് പരസ്പരം നാം ശക്തിപ്പെടണം. ആ വലിയ സത്യം. അപ്പം 5-ാമത്തെ അധ്യായത്തിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, സഭാ നേതാക്കൾ സേവന മനോഭാവത്തോടെ ശുശ്രൂഷ ചെയ്യണം. സഭാ നേതാക്കൾ സേവന മനോഭാവത്തോടെ ശുശ്രൂഷ ചെയ്യണം. സെർവന്റ് ലീഡർഷിപ്പ് ഇൻ ദ ചർച്ച്. 2, നാം ജീവിതത്തിൽ ധരിക്കേണ്ടത് വിനയമാണ്.
ഹ്യൂമിലിറ്റി, വിനയം നാം ധരിക്കണം, വിനയമുള്ളവരായിത്തീരണം. ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ് ആൻഡ് അതേഴ്സ്. ദൈവ മുൻപിൽ മാത്രമല്ല വിനയം, നമ്മുടെ സഹപ്രിയപ്പെട്ടവരുടെ മുൻപിലും ചുറ്റുപാടുകളിലും നാം വിനയമുള്ളവരായിത്തീരണം. 3, എല്ലാ ആശങ്കകളും ദൈവത്തിൽ അർപ്പിക്കണം. സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എല്ലാ ആശങ്കകളും ദൈവത്തിൽ അർപ്പിക്കണം. ഇവിടെ പറയുന്നത് ട്രസ്റ്റിംഗ് ഗോഡ് വിത്ത് ഓൾ ആങ്സൈറ്റീസ്. നമ്മളെല്ലാ ആകുലതകളും ദൈവത്തിൽ നമ്മൾ സമർപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് പിശാചിനെതിരെ ആത്മീയ ജാഗ്രത പുലർത്തണം. പിശാചിനെതിരെ ആത്മീയ ജാഗ്രത. സ്പിരിച്വൽ വാർഫെയറിന് ആ ടൈം, ആത്മീയ യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ. 5-ാമത്തെ പോയിന്റ്, കഷ്ടതയിൽ ദൈവം തന്റെ മക്കളെ ശക്തിപ്പെടുത്തുന്നു. കഷ്ടതയിൽ ദൈവം തന്റെ മക്കളെ ശക്തിപ്പെടുത്തുന്നു. പെർസേവറൻസ് ത്രൂ സഫറിങ്. 6-ാമത്തെ പോയിന്റ്, നാം ദൈവകൃപയിൽ ഉറച്ചു നിൽക്കും. 7, ക്രിസ്തുവിൽ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണം. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആൻഡ് പീസ് ഇൻ ക്രൈസ്റ്റ്. ഈ 5-ാം അധ്യായത്തിൽ ഒരു മെമ്മറി വേഴ്സ് ഉണ്ട്, അത് നിർബന്ധമായി പഠിക്കണം. ആ 5-ന്റെ 10-ാമത്തെ വാക്യമാണത്. 5-ന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ 5-ന്റെ 10, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. Christian strugglings or trials or temptations or persecutions are temporary. നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. അപ്പം ഈ 5-ാം അധ്യായത്തിന്റെ മുഖ്യ ആശയം എന്താണെന്നറിയാമോ? ഒന്ന്, വിനയത്തോടെ ജീവിക്കുക. വിനയത്തോടെ ജീവിക്കുക. 2, വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്യുക. വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്യുക. 3, പിശാചിനെ എതിർക്കുക. 4, കഷ്ടതയിൽ പതറാതെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. 5, അവസാനം ദൈവം തന്റെ മക്കളെ മഹത്വത്തിലേക്ക് നയിക്കും. ഹോപ്പ് ഓഫ് എറ്റേണൽ ഗ്ലോറി. ഹോപ്പ് ഓഫ് എറ്റേണൽ ഗ്ലോറി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ പ്രത്യാശയാണ്, നിത്യമായ ഒരു സന്തോഷം. 2 പീറ്ററിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ചില പശ്ചാത്തലങ്ങൾ നമുക്ക് പഠിക്കാൻ കണ്ട് കഴിയുന്നുണ്ട്. ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ, പിന്നെ രാഷ്ട്രീയമായ പശ്ചാത്തലങ്ങള്, സാംസ്കാരികമായ പശ്ചാത്തലം, ദൈവശാസ്ത്രപരമായ പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് 2 പീറ്റർ. ഇപ്പൊ ചരിത്രപരമായ പശ്ചാത്തലത്തേക്ക് വരുമ്പോൾ ഈ ജനറൽ എപ്പിസോഡ്സിലെല്ലാം കാണുന്ന ഒരു പ്രശ്നം, വ്യാജ ഉപദേശകന്മാരുടെ അധിവേശം ആ കാലഘട്ടങ്ങളിൽ ശക്തമായിരുന്നു. അതാണ് ചരിത്രപരമായ പശ്ചാത്തലത്തേക്ക് വരുമ്പോൾ, ഇതിന് ചരിത്രം പഠിക്കുമ്പോൾ ആദിമ സഭയ്ക്കുള്ളിൽ വ്യാജ ഉപദേശകരും തെറ്റായ ഉപദേശങ്ങളും ഉയർന്നു വന്ന സമയത്ത് ഇവയെ തിരുത്തേണ്ടതിന് വേണ്ടിയാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. ആദിമസഭയിൽ ഉള്ളിൽ വ്യാജ ഉപദേശങ്ങളും ഉപദേശകരും കടന്നു വന്ന് അവരിൽ കൂടെ ഉയർന്നു വന്ന ചില ദുരുപദേശങ്ങൾ
അതിനെ തിരുത്തുവാൻ വേണ്ടി പത്രോസ് ഈ രണ്ടാം ലേഖനം എഴുതുകയാണ്. അപ്പൊ ഇവരിൽ ചിലര് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ നിഷേധിച്ചു. നിഷേധിക്കുക മാത്രമല്ല, ഒരു പാപ ജീവിതത്തിലേക്ക് ജനം പോകേണ്ടതിനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 3, വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ ദുരുപദേഷ്ടക്കന്മാർ കടന്നു വന്ന് തെറ്റായ ഉപദേശങ്ങൾ പ്രചരിക്കും. ഹെർസീസ് തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ പത്രോസ് എന്ത് ചെയ്തു? ഇവരെ അതിൽ നിന്ന് തിരുത്തി വിശ്വാസം ഉറപ്പിച്ചു നിർത്തണം. അവര് പറയുന്ന പോലെയല്ല, യേശു കർത്താവ് വീണ്ടും വരും. ആ രണ്ടാം വരവിനെയൊക്കെ വളരെ ശക്തമായി പ്രതിപാദിച്ചുകൊണ്ട് ദൈവമക്കളെ ഉറപ്പിക്കണമെന്നുള്ള ഏറെ ആഗ്രഹത്തോടെ പത്രോസ് ഈ ലേഖനം എഴുതിയാണ്. അപ്പൊ ഇത് ഏതാണ്ട് ക്രിസ്തു വർഷം 64 64 68 കാലഘട്ടത്തിലാണ്. അത് തൻ്റെ മരണത്തിന് തൊട്ട് മുൻപുള്ള, തൻ്റെ രക്തസാക്ഷിത്വത്തിന് തൊട്ട് മുൻപുള്ള ഒരു സമയത്താണ് ഈ ലേഖനം അത് പത്രോസ് എഴുതുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ദുരുപദേശങ്ങൾ ശക്തമായി വന്ന കാലഘട്ടം. ഇതിനെതിരെ ദൈവമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ പത്രോസ് ഈ ലേഖനം എഴുതി. അതാണ് അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം. ഇനി സാംസ്കാരികമായ ഒരു പശ്ചാത്തലമുണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അന്ന് ഗ്രീക്കോ റോമൻ എന്ന് പറയും. എന്ന് പറയാൻ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തിലായിരുന്നു അന്നത്തെ സമൂഹം. ഈ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ നിന്നിരുന്നതായ ആ സഭയുടെ സാംസ്കാരിക പശ്ചാത്തലം എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ദൈവമക്കളെ വിഗ്രഹാരാധനയിലേക്കും അനാചാരങ്ങളിലേക്കും വഴുതി വിടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലം അവിടെ നിലനിൽക്കുമ്പോൾ ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ വലിയ സ്വാധീനത്താൽ ചിലർ ദൈവവചനത്തെ എന്ത് ചെയ്തു? സംശയിച്ചു, തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പം 2 പത്രോസ് 2:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അതിശക്തമായ അനാചാരങ്ങൾ ഒക്കെ നിലനിന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഒരു സാംസ്കാരിക പൈതൃകം ഈ കാലഘട്ടത്തിൽ ശക്തമായി നിന്നിരുന്നു. ഇതാണ് സാംസ്കാരിക പശ്ചാത്തലം, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഇനിയും നമുക്ക് അടുത്ത 3ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ആ കാലഘട്ടത്തിൽ റോമൻ ഭരണമായിരുന്നു ലോകം മുഴുവൻ നിലനിന്നിരുന്നത്. റോമൻ ഭരണം. അപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ ലോകം മുഴുവനായിരുന്ന ഒരു സന്ദർഭം. നീറോ ചക്രവർത്തിയാൽ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അധികം പീഡകൾ ഏൽക്കേണ്ടി വന്ന സന്ദർഭം. അപ്പം ചക്രവർത്തിയെയും റോമൻ ദേവതകളെയും ദേവന്മാരെയും ആരാധിക്കുവാൻ ദൈവമക്കൾ പീഡനം കൊണ്ട് നിർബന്ധിതരായി തീർന്നു. മനസ്സിലാ മനസ്സോടെ അതുപോലെ പീഡകൾ. ഈ സമയം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ജീവനെങ്കിൽ ജീവൻ, അതിനോട് നമ്മൾ പോരാടണം. ജീവൻ വരെയും വിശ്വാസത്തിന് വേണ്ടി കൊടുക്കുവാൻ രക്തസാക്ഷികളായി തീരേണ്ടി വന്നാൽ അങ്ങനെയുള്ളതായ ഒരു രാഷ്ട്രീയ സംസ്കാരം, ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിൽക്കുവാൻ പത്രോസിയുടെ ലേഖനത്തിൽ കൂടെ ഓർപ്പിക്കുക. ഇനി നമ്മൾ 4ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവശാസ്ത്രപരമായ ഒരു പശ്ചാത്തലം. ഏത് പുസ്തകം പഠിക്കുമ്പോഴും ഈ 3-4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം.
ദൈവശാസ്ത്രപരമായ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ 2 പത്രോസ് 1:19 മുതൽ 21 വരെ, 2 പത്രോസ് 1:19 മുതൽ 21 വരെ. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ദൈവശാസ്ത്രപരമായ ഒരു പശ്ചാത്തലം. ദൈവവചനം സത്യവും വിശ്വാസയോഗ്യവുമാണ്. അപ്പൊ വിശ്വാസികൾ ആത്മീകമായി വളരണം. അങ്ങനെ വളരുവാൻ എങ്ങനെയാണ് വളരേണ്ടത്? ആത്മാവിന്റെ ഫലം അതിൽ ഉദ്ദേശിക്കുന്നത് ആത്മീകമായി വിശ്വാസികൾ വളരണം. അതിന് പത്രോസ് ഈ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ വളരെ കാര്യമായിട്ട് 8 കൂട്ടം കാര്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ദിനംതോറും കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 പത്രോസ് 1:5 മുതൽ 7 വരെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത് പറയുന്നത് വ്യാജ ഉപദേശകരെ സൂക്ഷിക്കണം. അത് 2-ാം അധ്യായത്തിലാണ്. യേശുക്രിസ്തു നിശ്ചയമായും രണ്ടാമതും വരും. അത് 3-ാം അധ്യായത്തിൽ പത്രോസ് സമർത്ഥിക്കുക. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് അവസരം നൽകുന്നു. അത് 2 പത്രോസ് 3:9 സമർത്ഥിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രത്യാശയോടെ കാത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം. 2 പത്രോസ് 3:11-13. ഇങ്ങനെ പ്രാരംഭമായി ഇതിന്റെ പശ്ചാത്തലങ്ങൾ, ദൈവശാസ്ത്രപരമായ പശ്ചാത്തലം കൂടെ പത്രോസ് വിവരിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ലേഖനം പത്രോസ് എഴുതുന്നത്. അപ്പൊ ഈ ലേഖനത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് അറിയാമോ? ദൈവമക്കളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുക, വ്യാജ ഉപദേശകരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക, വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് അത് ന്യായമായും സംഭവിക്കുന്ന സംഭവമെന്ന് ജനത്തെ മനസ്സിലാക്കിക്കുക. ഈ 4 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പത്രോസ് വളരെ ശക്തമായി പറയും. ഇതാണ് ഈ 2 പത്രോസിന്റെ ഉദ്ദേശം, പ്രധാന ഉദ്ദേശം. 4 കൂട്ടം പ്രധാന ഉദ്ദേശങ്ങൾ, 4 പ്രധാന ഉദ്ദേശങ്ങൾ. 1, ദൈവമക്കളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുക, വ്യാജ ഉപദേശകരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക, വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക, യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് അത് ന്യായമായും സംഭവിക്കും എന്ന് പഠിപ്പിക്കുക, നിശ്ചയമായും സംഭവിക്കും എന്ന് പഠിപ്പിക്കുക. ഇനി നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു. 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. 2 പത്രോസ് 1:1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, 2 സാറേ, 2 പത്രോസ് 1:1-2. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇവിടെ നോക്കിയേ, താൻ തന്നെ ദാസനും അപ്പോസ്തലനുമായി പരിചയപ്പെടുത്തുക. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, വിലയേറിയ വിശ്വാസം, വിലയേറിയ വിശ്വാസം, പ്രഷ്യസ് ഫെയ്ത്ത്. ഇവിടെ അപ്പം വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. വിലയേറിയ വിശ്വാസം.
നമ്മുടെ വിശ്വാസത്തിന് വിലയുണ്ട്, ഭയങ്കര വിലയാണ്. വിലയേറിയ വിശ്വാസം. വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ദൈവത്തെയും ക്രിസ്തുവിനെയും അറിഞ്ഞവർക്ക് എന്തുണ്ടാകണം? കൃപയും സമാധാനവും അധികമായി വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുക. അപ്പം പത്രോസ് ആദ്യമേ ഈ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ആശംസ അർപ്പിച്ചുകൊണ്ട് വിലയേറിയ വിശ്വാസം ലഭിച്ച ദൈവമക്കൾക്ക് കൃപയും സമാധാനവും അധികം വർദ്ധിക്കട്ടെ. അപ്പം ഡ്യൂലോസ്, ദാസനായി. അപ്പം ദാസൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ടവനെന്ന്, മറ്റൊരു ചിന്തയുമില്ല. പൂർണ്ണമായി ഇൻ ക്രൈസ്റ്റ്, കർത്താവിൽ പൂർണ്ണമായി സമർപ്പിക്കട്ടെ. പത്രോസ് പറഞ്ഞ ക്രിസ്തുവിന്റെ ദാസൻ. ഇനി മറ്റൊന്ന് പറയുന്നത് അപ്പോസ്തോലൻ, അപ്പോസ്തോലോസ്, ക്രിസ്തുവാൽ അയക്കപ്പെട്ട ദൂതൻ എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവാൽ അയക്കപ്പെട്ടത്. നമ്മൾ സാധാരണ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ട ദൂതൻ, ദാസനായി ഒരു ദൂതുവാഹിയായി തീർന്ന പത്രോസ്. അപ്പം വിശ്വാസം, ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം, പിന്നെ ആഴത്തിലുള്ള വ്യക്തിപരമായ പരിജ്ഞാനം. അപ്പൊ കർത്താവിനെ കൂടുതൽ അറിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ കൃപയും സമാധാനവും വർദ്ധിച്ചു വരുവാനിടയാകും. ഈ വലിയൊരു ആത്മീയ മർമ്മമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. കർത്താവിനെ കൂടുതലായി അറിയുന്തോറും, ദൈവവചനം കൂടുതലായി പഠിക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ കൃപയും സമാധാനവും വർദ്ധിച്ചു വരുവാനായിട്ടിടയായി. 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം 3 മുതൽ 11 വരെ ദൈവിക ശക്തിയും ആത്മീക വളർച്ചയുള്ള വിഷയമാണ്. God's divine power and Christian growth. ദൈവിക ശക്തിയും ആത്മീക വളർച്ചയും. ഇവിടെ ഒരു ഭക്തിയുള്ള ജീവിതത്തിന് ആവശ്യമായ ദൈവിക ശക്തി, ഭക്തിപൂർണമായ ഒരു ജീവിതത്തിന് ആത്മീക ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 ശക്തി ലഭിച്ചിട്ട്, ഒന്ന് നോക്കിയേ, ഒരു ഭക്തനായി ജീവിക്കണമെങ്കിൽ അവന് എന്ത് വേണം? ദൈവിക ശക്തി, ഡിവൈൻ പവർ ആവശ്യമാണ്. അപ്പം ശ്രേഷ്ഠമേറിയ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളിൽ ഒരു ദൈവിക ശക്തി പകർന്നു തന്നിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദാനങ്ങളിൽ കൂടെ നാം ദൈവിക സ്വഭാവത്തിന് പങ്കാളികളാവുകയും ലോകപാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് നാം ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളായി മാറുകയും, ഇത് സംഭവിക്കുന്നത് ലോകപാപത്തിൽ നിന്ന് നാം രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ പത്രോസ് വലിയൊരു കാര്യം പറയുന്നത്, നമ്മുടെ വിശ്വാസത്തോടൊപ്പം ചില ഗുണങ്ങൾ നാം കൂട്ടണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തോടൊപ്പം ചില ഗുണങ്ങൾ നാം നമ്മിൽ വളർത്തിയെടുക്കണം. കേവലം വിശ്വാസം കൊണ്ട് മാത്രം നാം ഇരിക്കരുത്. വിശ്വാസത്തോട് ചിലതെല്ലാം കൂട്ടണം. വിശ്വാസത്തോട് ചിലതെല്ലാം കൂട്ടണം. ആ 1-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങൾ, 1-5, 6, 7 വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. 8 കൂട്ടം കാര്യങ്ങളാണ്. വിശ്വാസം ഒന്നാമത്തേത്.
അപ്പൊ ആ വിശ്വാസത്തോട് വീര്യം, അതിന് നമ്മള് പഠിക്കുമ്പോഴ് സദ്ഗുണങ്ങൾ എന്നുള്ള അർത്ഥം, മോറൽ എക്സലൻസ്. അതാണ് അവിടെ വീര്യം എന്ന മലയാളം ട്രാൻസ്ലേഷൻ കാണാം. പക്ഷെ മോറൽ എക്സലൻസ് എന്ന സൽഗുണങ്ങൾ. അപ്പൊ വിശ്വാസത്തോട് സൽഗുണങ്ങൾ, അതിനോടുകൂടി വിജ്ഞാനം, നോളജ്, അതിനടുത്തതോടുകൂടി ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോൾ, അതിനോടുകൂടി സഹിഷ്ണുത അല്ലെങ്കിൽ സ്ഥിരത, പെർസീവറൻസ്, ആ സ്ഥിരതയോടുകൂടി ഭക്തി, ഹോളിനെസ്, ഭക്തിയോടുകൂടി സഹോദര പ്രീതി, ബ്രദർലി കൈൻഡ്നസ്, കൈൻഡ്നസ് ആണ് കൈൻഡ്നസ്, ആ സഹോദര പ്രീതിയോടുകൂടി സ്നേഹം. ആ സ്നേഹത്തിൽ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ സ്നേഹമോ അഗാപ്പേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച അഗാപ്പേ മീനിങ് സെൽഫ് ഗിവിംഗ് ലവ്, സെൽഫ് സാക്രിഫൈസിങ് ലവ്, സെൽഫ് ഡിനൈയിങ് ലവ്, നമ്മളെ തന്നെ കൊടുക്കുന്ന സ്നേഹം. അപ്പം ഈ ഗുണം ഉള്ളവർ ആത്മീയമായി വളരുകയും ഫലപ്രദമായ ജീവിതം നയിക്കുകയും ചെയ്യും. അപ്പം ഭക്തിയോടുകൂടെ വീര്യം, വീര്യത്തോടുകൂടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രിയം, ഇന്ദ്രിയത്തോടുകൂടി സ്ഥിരത, സ്ഥിരതയോടുകൂടെ ഭക്തി, ഭക്തിയോടുകൂടെ സഹോദര പ്രീതി, സഹോദര പ്രീതിയോടുകൂടെ സ്നേഹം. ഈ ഗുണങ്ങൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അറിയാമോ? അത് ആത്മീയ ഫലങ്ങളാണ്. അങ്ങനെ ഒരുവനിൽ ആത്മീയ ഫലങ്ങൾ കാണുന്നുവെങ്കിൽ പത്രോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീയ ഗുണങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തോട് കൂടിക്കൂടി വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ ഈ ഗുണമുള്ളവർ ആത്മീയമായി വളരുകയും ഫലപ്രദമായ ജീവിതം നയിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇനി നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. ഇതിന്റെ നമ്മളെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തിയോഡുനോമിസ്, ദൈവിക ശക്തി, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിലാണ് ആരംഭിക്കുന്നത്. പത്രോസ് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യം, ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൽ ആരംഭിക്കുന്നത് പോലെ ആത്മീയ ഗുണങ്ങളിൽ വളരുകയും വേണം. വലിയ ശക്തമായ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ഇൻസൈറ്റ്, കാഴ്ചപ്പാട് പത്രോസ് നമുക്കറിയാം. വിശ്വാസത്തിൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നു. ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൽ ആരംഭിക്കുന്നത് പോലെ ആത്മീയ ഗുണങ്ങളിൽ നാം വളരുകയും ചെയ്യണം. 12-15 വാക്യങ്ങൾ, 1-ാം അധ്യായം 12-15 വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കിയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. പത്രോസിന്റെ അവസാന ഓർമ്മപ്പെടുത്തൽ എവിടെ? അവസാനമായി ഞാൻ തന്നെ ഓർമ്മപ്പെടുത്തും. എന്തോ കാരണം? പത്രോസിന് മനസ്സിലായി തന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് പത്രോസ് മനസ്സിലാക്കിയിട്ട്, അപ്പൊ ആ ഓർമ്മ, ആ അറിവ് തന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്റെ മരണം അടുത്തിരിക്കുന്നു, നിര്യാണകാലം അടുത്തിരിക്കുന്നു. അപ്പോൾ അതിനാൽ എന്താ, തന്റെ കാലശേഷവും വിശ്വാസികൾ ഈ സത്യം ഓർക്കേണ്ടതിനായി വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുക. ഒരു ഇടയന്റെ ഭാരം, യഥാർത്ഥ ഭക്തന്റെ ഭാരം തന്റെ കാലത്തിന് ശേഷം
ആട്ടിൻകൂട്ടം, തന്റെ ആട്ടിൻകൂട്ടങ്ങൾ, താൻ പരിപാലിച്ച ആട്ടിൻകൂട്ടങ്ങൾ അവരെങ്ങനെ നിൽക്കണം? അവര് വിശ്വാസത്തിൽ സത്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഉറപ്പുള്ളവരായിട്ടിരിക്കണം. സത്യത്തിൽ നിങ്ങൾ നിലനിൽക്കണം. സത്യത്തിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കണം. അങ്ങനെ താൻ വീണ്ടും വീണ്ടും അവരെ ഓർപ്പിക്കുക. നോക്കിയേ, അതുകൊണ്ട് പറയുന്നത് കെനോമാ, കൂടാരം, തന്റെ കൂടാരം. അതിന്റെ അർത്ഥം അറിയാമോ? താൽക്കാലികമായ മനുഷ്യ ശരീരം, താൽക്കാലികമായ ഈ മനുഷ്യ ശരീരം, അതിനാണ് തന്നെ അവിടെ കൂടാരം ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കൂടാരം എന്ത് ചെയ്യാൻ പോവുക? എനിക്കിവിടെ ഒരു എക്സോഡസ്, ഒരു പുറപ്പാടിന്റെ അനുഭവം. മരണം ഈ ലോകത്തിൽ നിന്നുള്ളൊരു യാത്രയാണല്ലോ. ജനനം ഈ ലോകത്തിലേക്കുള്ളൊരു യാത്രയാണെങ്കിൽ മരണം ഈ ലോകത്തിൽ നിന്നുള്ള ഒരു യാത്രയാണ്. അപ്പോൾ പത്രോസ് പറയുന്നു, എന്റെ ഈ ലോകത്തിൽ നിന്നുള്ളൊരു യാത്ര ആരംഭിക്കുവാൻ സമയമായി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, നല്ല ആത്മീയ പിതാക്കന്മാർ വരും തലമുറകൾ ദൈവവചനത്തിൽ ഉറപ്പുള്ളവരും ഉറച്ചു നിൽക്കുന്നവരും ആകുവാൻ അവരെ ഒരുക്കിയെടുക്കേണ്ടവരാണ്. ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നല്ല ആത്മീയ പിതാക്കന്മാർ, വരും തലമുറകൾ ദൈവവചനത്തിൽ ഉറപ്പുള്ളവരും ഉറച്ചു നിൽക്കുന്നവരും ആകുവാൻ അവരെ ഒരുക്കിയെടുക്കുന്നവരായിരിക്കണം. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തോലന്മാർ നേരിട്ട് കണ്ട സാക്ഷികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് കണ്ട സാക്ഷികൾ. അപ്പോ യേശുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കെട്ടിച്ചമച്ച കഥകളല്ലെന്ന് സമർത്ഥിക്കുക. ഞങ്ങൾ ആരാണ്? മഹിമ കണ്ട സാക്ഷികളാണ്. നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ, രൂപാന്തരണ മലയിൽ, മറുരൂപമലയിൽ, ട്രാൻസ്ഫിഗറേഷൻ, ആ മലയിൽ യേശു കർത്താവിന്റെ മഹത്വം ഞങ്ങൾ കണ്ണാലെ കണ്ടവരാണ്. വി ആർ ഐ വിറ്റ്നസ്. ഞങ്ങൾ കണ്ണാലെ കണ്ടവരാണ്. അപ്പൊ യേശുവിന്റെ മഹത്വം സ്വന്തം കണ്ണാൽ കാണുകയും പിതാവിന്റെ ശബ്ദം സ്വന്തം കാതാൽ കേൾക്കുകയും ചെയ്തു. എന്താ അവർ കേട്ടത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. He is my beloved son. I am pleased in him. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം ഡോക്സ എന്നുള്ള പദം അവിടെ കൊടുത്തിരിക്കുന്നത്. മഹിമ, അതിനപ്പുറമായിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഡോക്സ എന്നുള്ള പദം അവിടെ കൊടുത്തിരിക്കുന്നത്. ഡോക്സ, മഹിമ, ഒരു ഗ്രീക്ക് പദം. അതിന്റെ അർത്ഥം അറിയാമോ? ഈ മഹിമയ്ക്കപ്പുറം മറ്റൊരു മഹിമയില്ല. അപ്പൊ ആ മഹത്വം കണ്ടവരാ ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളിത് വിശ്വസിച്ചേ മതിയാവും. ക്രിസ്തീയ വിശ്വാസം കെട്ടുകഥകളല്ല, മറിച്ച് യഥാർത്ഥ സംഭവങ്ങളും നേർകണ്ട സാക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ദൈവവചനം. അപ്പോൾ പ്രവചന വചനത്തിന്റെ വിശ്വാസ്യത 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പ്രവചന വചനത്തിന്റെ വിശ്വാസ്യത. പ്രവചനങ്ങൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെയാണ്. വിളക്ക് പോലെയാണ് പ്രവചനങ്ങൾ. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെയാണ്. ഈ വെളിച്ചം ദൈവം, അത് നമുക്കറിയാം,
ഈ വെളിച്ചം നമ്മെ ക്രിസ്തുവിന്റെ വരവരെ പ്രകാശിതപൂരിതമാക്കി തീർക്കുന്നു. പ്രവചനങ്ങൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെയാണ്. ലുക്കോമോസ് വിളക്ക് പോലെയാണ്. ഈ വെളിച്ചം നമ്മെ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന്റെ വരവരെയും പ്രകാശിതപൂരിതമാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 105 വാക്യത്തിൽ പറയുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പം പ്രവചനം മനുഷ്യ സൃഷ്ടിയല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട ഇൻസ്പയർഡ്, പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട ഇൻസ്പയർഡ് ആയിരിക്കുന്ന വിശുദ്ധന്മാരാൽ എഴുതിയതാണ് പ്രവചനം. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് വളരെ ശക്തമായി പറയുന്നു പ്രവചനം. അതുകൊണ്ടാണ് പറയുന്നത് പ്രവചനം തുച്ഛീകരിക്കരുത്. യഥാർത്ഥ പ്രവാചകന്മാരുടെ ഉദരത്തിൽ നിന്ന് വരുന്ന പ്രവാചക ശബ്ദങ്ങളെ തുച്ഛീകരിച്ച് കളയരുത്. അത് വിവേചിക്കാനുള്ള വരം നമ്മൾ പ്രാപിക്കണം. അപ്പം പ്രവചനം മനുഷ്യ സൃഷ്ടിയല്ല. നോക്കിയോടെ പറയുന്നുണ്ട്, പ്രഭാത നക്ഷത്രം ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ പ്രഭാത നക്ഷത്രം ഓസ്പോറസ്. ഇനി നമ്മളതിന്റെ ദൈവശാസ്ത്രപരമായ ചിന്തയിലേക്ക് വരുമ്പോൾ തിരുവെഴുത്ത് ദൈവശാസ്ത്രീയമാണ്, ഇൻസ്പയർഡ് ആണ്. ആയതിനാൽ വിശുദ്ധ വചനങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തവും അധികാരമുള്ളതുമായ വചനമാണ്. ദൈവവചനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രീയമാകിയാൽ, ഇൻസ്പയർഡ് ആകിയാൽ, ഈ വചനങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തവും അധികാരമുള്ളതുമായ ശബ്ദമാണ്, അധികാരമുള്ളതുമായ വചനമാണ്. ഈ 1-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു, രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം, രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. 2, ദൈവിക ശക്തി ഭക്തിയുള്ള ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകുന്നു. ഡിവൈൻ പവർ ഓഫ് ഗോഡ്. ദൈവിക ശക്തി ഭക്തിയുള്ള ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകുന്നു. വിശ്വാസികൾ ആത്മീയ ഗുണങ്ങളിൽ വളരണം. ആ 8 കൂട്ടം കാര്യങ്ങൾ ആത്മീയ ഗുണങ്ങളിൽ വളരണം. അപ്പോസ്തലന്മാർ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്, നേർകണ്ട സാക്ഷികളാണ്. തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ വചനങ്ങളാണ്, ഇൻസ്പയർഡായ വചനങ്ങളാണ്. ഈ 1-ാം അധ്യായത്തിലെ മെമ്മറി വേഴ്സ് എന്ന് പറഞ്ഞാൽ 1:3. 1:3 ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. മെമ്മറി വേഴ്സ്. തന്റെ മഹത്വത്താലും ധീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇനി നമുക്ക് പത്രോസിന്റെ 1-ാം ലേഖനം പഠിച്ചു തീർക്കുവാൻ ഇടയായി തീർന്നു. 2-ാം ലേഖനത്തിന്റെ പശ്ചാത്തലം നമ്മൾ കവർ ചെയ്തു. 2-ാം ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. ഇനി 2ഉം 3ഉം അധ്യായങ്ങളൂടെ ആകുമ്പോൾ അടുത്ത ആഴ്ച ക്ലാസ് കൊണ്ട് പത്രോസ് ലേഖനം കഴിയും. പിന്നെ നമുക്ക് 1, 2, 3 യോഹന്നാനും യൂദയും. അപ്പൊ ഈ അടുത്ത 2 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം.
ക്ലാസ് ഇത്രത്തോളം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രതികാൽ ബഹുമാന്യ സാറിനും